ആ ഹെലികോപ്റ്റർ പറന്നുയരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സൂര്യ, ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണോ? അതിന് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഹെലികോപ്റ്റർ ഇവിടുന്ന് 6 ഉദ്യോഗസ്ഥരെയുമായി എയർലിഫ്റ്റ് ചെയ്തത്. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ, അതായത് ആ ഉദ്യോഗസ്ഥരെ ഇവിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അവിടെ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത, അതായത് 6 അംഗ സംഘം ഇവിടെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മഞ്ഞ ഈ തൊപ്പി വെച്ച ഈ ഉദ്യോഗസ്ഥരാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് 2 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ 6 മിലിറ്ററി ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ മറ്റ് SOGs ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള 12 അംഗ ടീമുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിൽ ഈ 12 ആളുകളിൽ 2 ടീമുകളായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അത്തരത്തിൽ ഒരു ടീം ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ വീണ്ടും ഈ ഗ്രൗണ്ടിലെത്തി അടുത്ത ആളുകളെ കൂട്ടാൻ വേണ്ടി വരും. അത്തരത്തിൽ ഈ 12 ആളുകളാണ് ഇന്ന് ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത്. പ്രധാനമായും ഈ സൂചിപ്പാറയുടെ കീഴിൽ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ചാലിയാറിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ഇതുവഴിയാണ് കടന്നു പോകുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള പരിശോധന നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനാണ് ഇന്ന് പ്രത്യേക ആക്ഷൻ പ്ലാനുകളെല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഇന്ന് രാവിലെ 8 മണിയോടെ ഇവിടുന്ന് അതായത് ഹെലികോപ്റ്റർ പറന്നുയരുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അതായത് പ്രതികൂല സാഹചര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് മഴയായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമയം ഒരു 11:30, അതായത് 12 മണിയോട് അടുക്കുന്നു. ഈ സമയമാണ്, ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറന്നുയരുന്നത്. എത്ര മണിക്കൂറിന്റെ തിരച്ചിലാണെന്ന് ഇതുവരെയായും വ്യക്തമാക്കിയിട്ടില്ല. കാരണം മൃതദേഹങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് തിരച്ചിൽ തുടരും. വളരെ ദുർഘടമായ ഒരു സ്ഥലം തന്നെയാണ് അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരച്ചിലും വളരെയധികം കാഠിന്യമേറിയതാണ്, ബുദ്ധിമുട്ടേറിയതാണ്. കാരണം വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരവിടെ നേരിടും. ഇവർ തിരിച്ചെത്തുന്നത് വരെ ഇവിടെ എല്ലാവരും അവർക്കായുള്ളൊരു പ്രാർത്ഥനയും, അതായത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളും മന്ത്രിമാരും എല്ലാവരും തന്നെ അവർ തിരിച്ചെത്തുന്നവരെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. ഈ മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രത്യേക ടീമിനെ ഇതിനായി നിയോഗിച്ചത്. നമ്മളോടൊപ്പം ഇപ്പോൾ ADGP അജിത് കുമാർ സാർ കൂടി ചേരുന്നു. നമ്മളിപ്പോൾ ഒരു സംഘവുമായി ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സംഘത്തിലെ ആളുകളെ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ഹെലികോപ്റ്റർ വരും. അപ്പോൾ സക്സസ്ഫുൾ ആയി അല്ലേ? അതെ, സക്സസ്ഫുൾ ആയെന്നുള്ളതല്ല, ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ട് വെതർ ക്ലിയർ ആയി. ആദ്യത്തെ സോർട്ടിൽ പോയിരിക്കുകയാണ്. ആദ്യ സോർട്ടി അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം സെക്കൻഡ് സോർട്ടിൽ പോകും. അപ്പൊ നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നു. ഈ പ്രതികൂല സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം വരെ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായും. ആക്ച്വലി ഇപ്പം നമ്മൾ 1 മണിക്കൂറായപ്പോൾ ഒരു പക്ഷേ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും വിചാരിച്ചാണ്. പക്ഷേ ലക്ലി കുറച്ച് വെതർ ക്ലിയർ ആയി അവർ ലാൻഡ് ചെയ്തു. നമ്മുടെ ഇപ്പോൾ ഈ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ തന്നെ വളരെയധികം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. തീർച്ചയായിട്ടും അവിടുത്തെ മെയിൻ ഇഷ്യൂ ഹൈറ്റാണ്, ഷാർപ്പാണ്, ഒരുപാട് പാറകളുണ്ട്, പിന്നെ വന്യജീവികളുടെ പ്രശ്നമുണ്ട്, ഇഴജന്തുക്കളുടെ പ്രശ്നമുണ്ട്, അവിടെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ പോകുന്ന ആൾക്കാരെല്ലാം ഇതുമായിട്ട് ഈ ഇത്തരം ടെറൈൻസുമായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, വെൽ എക്യുപ്ഡ് ആണ്. അത് ടാക്കിൾ ചെയ്യാൻ അവർക്ക് അറിയാം. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ഈ റോപ്പ് വഴിയാണ് അവിടെ എത്തി ഇറങ്ങുക എന്നൊക്കെ കേട്ടോ. അതിന്റെ ഒരു വിശദാംശങ്ങൾ ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ കമാൻഡോസിന് അവർക്ക് അവരുടെ റോപ്പ് എടുത്ത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് 2 ഫോറസ്റ്റ് ഗൈഡ്സ് ഉണ്ട്, അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അവർ നമ്മളൊരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിനകത്ത് കയറ്റിയിട്ട് ആ ബക്കറ്റ് വഴി ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് വഴി എടുക്കും. ബാക്കിയുള്ളവർ ഒന്നിൽ ബക്കറ്റ് വഴി ഇറങ്ങും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ നോർമൽ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് റോപ്പ് വഴി ഇറങ്ങും. ഈ മൃതദേഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെയാണോ എയർ ഡ്രോപ്പ് ചെയ്യുക? ഇവിടെ കൊണ്ടുവരും. അതോ നേരിട്ട് മേപ്പാടി ആശുപത്രിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കൊണ്ടുപോകും. അപ്പോ അത്തരത്തിലാണ് ആതിര. ഇപ്പൊ SOGയുടെ കമാൻഡർ ആയിട്ടുള്ള ആളും കൂടിയുണ്ട്. സോ വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് ടുഡേസ് റെസ്ക്യൂ പ്രോഗ്രാം? The thing is that is an inaccessible area. So we had designated few very professional and experienced SOG officers, commandos, who are well trained in high altitude and dropping exercises. So they have been selected for this. We'll see the toughness of it. We'll analyze it. If further it's required, we'll do some more sorties. So how long will this rescue operation?
Now we exactly don't know because it depends on weather conditions also. So they have gone. We'll see the condition and the captain can take a call. So if the weather condition is not good, will they come back? They will maximum try to search, and whenever if the condition is worse, then they will come back. Anyways, they will be there for some time. നമ്മളിപ്പോൾ സംസാരിച്ചത് SOGയുടെ കമാൻഡറുമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ അതായത് ഈ സൂചിപ്പാറ ശരി, ഇന്ന് നിർണായക തെരച്ചിലാണ് നടക്കുന്നത്. 6 സൈനികരുമായുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച 6 സൈനികരുമായിട്ടുള്ള ആദ്യ സംഘം ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സൂചിപ്പാറയിലേക്കാണ് അവരുടെ യാത്ര. സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ പുരോഗമിക്കുന്നത്. അടുത്ത സംഘത്തെ 6 പേരടങ്ങുന്ന അടുത്ത സംഘത്തെ ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്യും. ഇത്തരത്തിലാണ് ഇന്ന് സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ സുജി.